ഹലോ നമസ്കാരം. അപ്പം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞ് ഈവനിങ് വ്ളോഗായിട്ടാണ്. അപ്പം ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. നമ്മൾ വൈകിട്ട് ഒരു ചായ കുടിക്കാറുണ്ട്. എനിക്ക് ചായ ദിവസം വൈകിട്ട് എന്തായാലും കുടിക്കണം. അപ്പം ചായയും കാപ്പിയൊന്നും അത്ര നല്ലതല്ല എന്നറിയാം, എന്നാലും ഒരു ചായ കുടിച്ചാൽ മാത്രമേ ഒരു ഉഷാറുണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ വൈകിട്ട് ഗ്രീൻ ടീ ആണ് കുടിക്കാറ്. അപ്പോൾ അതേ നമ്മൾ ഒരു ഗ്ലാസ് ഗ്രീൻ ടീ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പം ഇന്ന് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല, ബിസ്ക്കറ്റൊക്കെ ഇരിപ്പുണ്ട്. അപ്പം അത് ഒക്കെ കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ചായ കുടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് പുറത്തുള്ള തുണികളൊക്കെ എടുക്കലും പണികളൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇഡ്ഡലിക്ക് ഇട്ടുണ്ടായിരുന്നു. അപ്പം അതൊന്ന് അരച്ച് വയ്ക്കണം. ഒരു 6:30 ആകുമ്പോഴേക്കും തന്നെ ഇഡ്ഡലിക്ക് ദോശയ്ക്കൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അപ്പം അതൊക്കെ ഒന്ന് അരച്ച് വയ്ക്കും. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ബീഫ് റോസ്റ്റ് ആയിരുന്നു. അപ്പോൾ പിന്നെ വൈകിട്ട് പിന്നെ പ്രത്യേകിച്ചൊന്നും പിള്ളേർക്കൊന്നും ഒക്കെ അതിലേക്ക് ചപ്പാത്തി മതിയാവും. അപ്പോൾ ഇന്ന് വൈകിട്ട് ചപ്പാത്തിയും ബീഫ് റോസ്റ്റാണ്. അപ്പോൾ ആ ബീഫൊന്ന് ചൂടാക്കി ചപ്പാത്തി നമ്മളിന്ന് വാങ്ങിച്ചുള്ള ചപ്പാത്തിയാണ്. അപ്പോൾ അതൊന്ന് ചൂടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അത് മതിയാവും. അപ്പം എനിക്ക് ബീഫും ചപ്പാത്തിയൊന്നും വൈകിട്ട് കഴിക്കുന്നത് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല. അപ്പം ചില ദിവസം കഴിക്കുന്നു മാത്രം. അപ്പം ഞാൻ ഇത്തിരി ഓട്സ് ഉപ്മാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇതേ പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ വറ്റൽമുളകും ഉണ്ടെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കുക. അപ്പം എൻ്റെ കയ്യിൽ വറ്റൽമുളക് ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ കടുക് മാത്രമാണ് ഇട്ട് ഒന്ന് പൊട്ടി വന്നപ്പോൾ നമ്മളതിലേക്ക് ഒരു ചെറിയ സവാള വരെ മുഴുവനായിട്ട് എടുത്തിട്ടില്ല, ചെറിയ സവാള കൊത്തിയരിഞ്ഞതും, അതുപോലെ തന്നെ ഒരു പകുതി ക്യാരറ്റ്, ഒരു 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും. അപ്പം അതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതെല്ലാം ഒന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് ഒരു പിടി നാളികേരം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു വളരെ കുറച്ച് മാത്രം മതിയാവും നാളികേരം കേട്ടോ. അപ്പോൾ നാളികേരം കൂടി ഇട്ട് അതൊന്ന് 2-3 മിനിറ്റ് ഇതൊന്ന് ചെറിയ തീയിൽ എല്ലാം കൂടി വീണ്ടും ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓട്സ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ക്യാരറ്റും സവാളയും പച്ചമുളകും കറിവേപ്പിലയും പിന്നെ ഒരു പിടി നാളികേരം കൂടിയിട്ടാണ് നന്നായി വഴറ്റിയെടുത്തുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് വഴണ്ട് വന്നപ്പോൾ പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഓട്സ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു 1/2 കപ്പ് ഓട്സ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അത് കൂടി ഒന്ന് 1-2 മിനിറ്റ് ഇതൊന്ന് ചെറിയ തീയിലൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഇടുന്ന ഓട്സൊക്കെ ഒന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ വളരെ കുറച്ച് മാത്രം മതിയാവും വെള്ളം. ഓട്സ് ആയ കാരണം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ഓട്സ് ഉപ്മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ രാത്രിയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഭക്ഷണമാണിത്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്.
പിന്നെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാ ദിവസത്തെ പോലെ തന്നെ പാത്രം കഴുകലും പിന്നെ അടുക്കള ക്ലീൻ ചെയ്യലും അപ്പോൾ എല്ലാം കഴിഞ്ഞ് പാത്രമൊക്കെ ഒന്ന് അടുക്കി വെച്ചിട്ടാണ് നമ്മൾ ഫ്രഷായിട്ട് ഉറങ്ങാൻ പോവാറ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ കുഞ്ഞു ഈവനിങ് വ്ളോഗിൻ്റെ വീഡിയോ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയുമായി വരും വരെ ബൈ.